നമസ്കാരം. ബി.ജെ.പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും എൻ.ഡി.എ മുന്നണിയും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധ നൽകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നടക്കുവാൻ പോകുന്നത്. ഹരിയാന എന്ന സംസ്ഥാനത്തിലെ ജാതീയ മത സമവാക്യങ്ങൾ ആർക്ക് അനുകൂലമായ വിധിയാണ് എഴുതുവാൻ പോകുന്നത്? ജനാധിപത്യ വിശ്വാസികൾ ഏതു പാർട്ടിയുടെ കരം പിടിച്ചാണ് ഹരിയാനയുടെ അധികാര പദവിയിലേക്ക് പിടിച്ചുയർത്തുവാൻ പോകുന്നത് എന്നെല്ലാം അറിയുവാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഹരിയാന എന്ന ഭൂപ്രദേശത്തിൻ്റെ അധിപരായി ഏത് പാർട്ടി എത്തുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന സംസ്ഥാനം. അവിടുത്തെ എം.എൽ.എമാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എം.എൽ.എമാർ ബി.ജെ.പി പക്ഷം വിട്ടു പോയത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒപ്പം ബി.ജെ.പിയുടെ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ, ചില രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെയും ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതായത് ബി.ജെ.പിയുടെ മന്ത്രിമാരടക്കമുള്ള 2 പേരെ ഒഴിവാക്കിക്കൊണ്ടുള്ള രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അത് ബി.ജെ.പിക്ക് തിരിച്ചടിയായി മാറുമെന്നുള്ള വാർത്തകളെ തെല്ലും പുച്ഛത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പി നോക്കിക്കാണുന്നത്. കാരണം നിലവിൽ ബി.ജെ.പി ഹരിയാനയിൽ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം അത് വികസനത്തെ ഊന്നിക്കൊണ്ടുള്ളതാണ്. ഹരിയാനയിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഹരിയാനയ്ക്ക് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ബി.ജെ.പി ഇരിക്കുന്ന സമയത്തും കേന്ദ്ര സർക്കാരിൻ്റെ അധികാര കേന്ദ്രത്തിൽ ബി.ജെ.പി അടക്കി വാഴുന്ന സമയത്തുമുള്ള ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഹരിയാനയ്ക്ക് ലഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3ാം തവണയുള്ള വരവിൽ പുതിയ വികസന മുന്നേറ്റങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഓരോ വീടുകളും കയറിയിറങ്ങിയുള്ള പ്രചരണ പരിപാടികളോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് 3ാം തവണയും മോദി സർക്കാർ എത്തിയതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ വിജയഗാഥകൾ ഓരോന്നും പറഞ്ഞ് ഉറപ്പുവരുത്തുക, ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ഒന്നാമതായി ബി.ജെ.പിയുടെ പക്കലുള്ളത്. 2, ഹരിയാനയിൽ കാലങ്ങളായി കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കുറച്ചുകൂടി മുസ്ലിങ്ങൾക്ക് അനുയോജ്യരായ മുസ്ലിം വോട്ടർമാർ ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കൊണ്ട് കോൺഗ്രസിനെ അടിയറവ് പറയിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഹരിയാനയിൽ ബി.ജെ.പി എടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2 മുസ്ലിം നേതാക്കന്മാരെയാണ് 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മെവായ് മേഖലയിലെ ഫിറോസ്പൂരിൽ ജിർക്ക പുൻഹാന എന്ന 2 സീറ്റുകളിലേക്കാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് ഈ 2 മണ്ഡലങ്ങൾ. എന്നാൽ ഇത്തവണ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി സ്വീകാര്യത ഏറെയുള്ള 2 നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചുകൊണ്ട് ബി.ജെ.പി ആ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുന്ന തരത്തിൽ നിലവിൽ ബി.ജെ.പിക്കുള്ള സീറ്റുകൾ ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ സാധ്യതയുള്ള സീറ്റുകളിലേക്ക് ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ ശക്തരെ കളത്തിലിറക്കി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുക എന്നതടക്കമുള്ള തന്ത്രപരമായ പല നീക്കങ്ങൾക്കും ചുവട് പിടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ബി.ജെ.പി ഇപ്പോൾ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ബി.ജെ.പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു നിർത്തിയിരുന്നത്. എന്നാൽ അന്നവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ മാറ്റി കുറച്ചുകൂടി ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തിയതിൻ്റെ പ്രധാന ഘടകവും അത് തന്നെയാണ്. രണ്ടാമതായി ബി.ജെ.പി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലൊന്ന് വിനേഷ് ഫോഗട്ട് എന്ന കായിക താരമാണ്. മറ്റൊന്ന് കർഷകർ നേരിടുന്ന പ്രശ്നവും. കർഷകർ നേരിടുന്ന പ്രശ്നത്തെയും വിനേഷ് ഫോഗട്ടിൻ്റെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ സമരങ്ങൾ നടത്തിയിരുന്നത്, സമരമുഖത്ത് ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള പ്രചരണങ്ങൾ ബി.ജെ.പി ഇപ്പോൾ തന്നെ ഹരിയാനയിലെ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായി നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ കർഷകർ നേരിടുന്ന പ്രശ്നത്തിൽ ഉടനടി പരിഹാരം ഉണ്ടാകുമെന്നും കർഷകർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ട് വെച്ച പദ്ധതികളെ കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് അവതരിപ്പിക്കുവാനാണ് ബി.ജെ.പി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. 20 പേരടങ്ങുന്ന എം.എൽ.എമാരാണ് ബി.ജെ.പിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അതിന് കുറച്ചുകൂടി മുൻതൂക്കം നൽകിക്കൊണ്ട് വിനേഷ് ഫോഗട്ടിൻ്റെ പ്രശ്നത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഹരിയാനയിലെ കർഷക പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ശക്തമായ രീതിയിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഇക്കുറി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. ഇവിടെ ബി.ജെ.പി ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറച്ചുകൂടി ഊതിപ്പെരിപ്പിച്ചുകൊണ്ട്
പ്രാദേശിക തലത്തിൽ ആം ആദ്മിക്കും കോൺഗ്രസിനും ഇടയിൽ അകൽച്ച ഉണ്ടാക്കി, അവിടെ വോട്ട് ഭിന്നിപ്പുണ്ടാക്കി, അവിടേക്ക് BJPയുടെ വികസന പ്രവർത്തനങ്ങളെ ഓരോന്നായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി വോട്ടുകൾ പിടിച്ചെടുക്കുക എന്ന നീക്കത്തിനും മറ്റൊരു തലത്തിൽ കൂടി ആരംഭം കുറിച്ചിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ പ്രാദേശിക തലം മുതൽ അങ്ങ് ദേശീയ തലത്തിൽ വരെ ചർച്ചയായിട്ടുള്ള വിഷയങ്ങളെ ഓരോന്നായും പഠിച്ച് പ്രാദേശിക തലത്തിലെ നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തി പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങൾ പഠിച്ചു പരിഹരിച്ച വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും മുൻപന്തിയിൽ നിർത്തി പറഞ്ഞ് കർഷകരുടെ പുതിയ പദ്ധതികളെ അവതരിപ്പിച്ചുകൊണ്ട് നിലവിൽ കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ BJPക്കെതിരായി ഉന്നയിക്കുവാൻ സാധ്യതയുള്ള ഓരോ ആയുധങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള പ്രതിരോധം തീർക്കുവാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് BJP ഉള്ളത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഒന്ന് ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇന്ത്യ സഖ്യം പ്രബലമായി വരുന്നു എന്നുള്ളത്, സർവേ ഫലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതി എന്നുള്ളത്, മറ്റൊന്ന് വിനേഷ് ഫോഗട്ടിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഒപ്പം കർഷക പ്രശ്നം, ഇവയെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഹരിയാനയിൽ പോരാട്ടത്തിന് തയ്യാറായി കഴിഞ്ഞിട്ടുള്ള ഇന്ത്യ സഖ്യവും NDA സഖ്യവും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നു. ഇനി കണ്ടറിയേണ്ടത് വിധി വരുമ്പോൾ ഹരിയാന ആർക്കനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്.